ഹായ്, വെൽക്കം ബാക്ക് ടു മേഘാസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ കരിക്ക് കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. ഇതിലൊരു കരിക്ക് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് ഒരു കരിക്കേ വേണ്ടി വരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലുള്ള കരിക്ക് ആ തേങ്ങ വന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി എടുത്തിട്ടുള്ളത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ വന്നിട്ട് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. 250 ml പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചൈന ഗ്രാസാണ്. ചൈന ഗ്രാസ് ഞാൻ വന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് പിസ്ത ഫ്ലേവറാണ്. ഫ്ലേവർ ഒന്നും ഇല്ലാത്തതാണേലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സായിട്ട് കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകാനൊന്നും നിൽക്കണ്ട. അതിനു മുമ്പ് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് പാല് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴത്തേനും കട്ട പിടിച്ച് പോകും ഈ കോൺഫ്ലോറും കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒരു കുറുകിയ പരുവമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മിക്സ് തയ്യാറാക്കി എടുക്കുന്നിട്ട് ചട്ടിയിൽ നിന്ന് നല്ല പോണക്ക് വിട്ട് വരുന്ന പോണക്ക് കുറുകണ്ട, ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് അത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചൈന ഗ്രാസ് ചെറിയതായിട്ട് തണുത്തതിന് ശേഷം അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. മിക്സിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ തണുപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഓൾറെഡി ഇതെല്ലാം തണുപ്പിച്ചെടുത്തതാണ്, അപ്പം ചെറിയ തണുപ്പുണ്ടാകും. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.